8 മഹാവ്രതങ്ങളിൽ ഒന്ന് പൈങ്കിനി ഉത്രത്തെക്കുറിച്ചാണ്. മീനമാസത്തിലെ പൈങ്കിനി ഉത്രം ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. ശബരിമല അയ്യപ്പസ്വാമിയുടെ അവതാരം, ശിവപാർവതിമാരുടെ തൃക്കല്യാണം, സുബ്രഹ്മണ്യനും ദേവസേനയും തമ്മിലുള്ള തിരുമണം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ദിവസം വ്രതമനുഷ്ഠിച്ച് ഭഗവത് പ്രീതി നേടിയാൽ എല്ലാ ദുരിതങ്ങളും അകലും. ഐശ്വര്യവും സന്തോഷവുമുള്ള ജീവിതം, സന്താനങ്ങൾക്ക് ശ്രേയസ്, സന്താനഭാഗ്യം, കാര്യവിജയം, മംഗല്യഭാഗ്യം, പ്രണയസാഫല്യം, കഠിനമായ ശനിദോഷം പോലും അകലുന്നതിന് വളരെ നല്ലതാണ്. 2026 ഏപ്രിൽ 1 ബുധനാഴ്ചയാണ് പൈങ്കിനി ഉത്രം വന്നിരിക്കുന്നത്. തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കാം. തലേ ദിവസം കുളിച്ച് ശുദ്ധിയായി വ്രതം ആരംഭിക്കാം. പൈങ്കിനി ഉത്ര ദിവസം പുലർക്കാലെ എഴുന്നേറ്റ് കുളിച്ച് അയ്യപ്പ ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്താം. സാധാരണയായി പൈങ്കിനി ഉത്രത്തിന് ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർക്ക് ഒരിക്കലൂണ് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പകലുറക്കം പാടില്ല. വൈകുന്നേരവും കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വിളക്ക് തെളിയിച്ച് നാമജപം നടത്താം. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് വ്രതം അവസാനിപ്പിക്കാം.